ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. സി പ്ലസ് പ്ലസ്സിൽ ഫങ്ഷനുകളെ രണ്ടായിട്ട് തരംതിരിക്കാം: പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. എന്താണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്? നേരത്തെ എഴുതി തയ്യാറാക്കി തെറ്റുകളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഹെഡർ ഫയലുകൾക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഫങ്ഷനുകളെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം? പ്രോഗ്രാമിംഗ് എളുപ്പമാക്കാൻ സാധിക്കും. അതായത് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷനുകൾ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കും എന്നർത്ഥം. അടുത്തത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷനുകളാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിന് ഒരു ഉദാഹരണമാണ് മെയിൻ ഓഫ് ഫങ്ഷൻ. മെയിൻ എന്ന ഫങ്ഷനകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതി തയ്യാറാക്കുന്ന സമയത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷനെ രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു: പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് സി പ്ലസ് പ്ലസ്സിൽ നേരത്തെ എഴുതി തയ്യാറാക്കി ഹെഡർ ഫയലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫങ്ഷനുകളെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇത്തരം ഫങ്ഷൻസ് ഓരോ പ്രോഗ്രാമർക്കും ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷനെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. രണ്ടാമത്തത് സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. മൂന്നാമത്തത് സ്ട്രിംഗ് ഫങ്ഷൻസ്. നാലാമത്തത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. അഞ്ചാമത്തത് ക്യാരക്ടർ ഫങ്ഷൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഫങ്ഷനും സൂക്ഷിച്ചിരിക്കുന്നത് ഹെഡർ ഫയലുകൾക്കകത്താണ്. ഇവിടെ കൺസോൾ ഫങ്ഷൻസ് സൂക്ഷിച്ചിരിക്കുന്ന ഹെഡർ ഫയലിൻ്റെ പേരാണ് CSTDIO. സ്ട്രീം ഫങ്ഷൻസ് സൂക്ഷിച്ചിരിക്കുന്നത് IOStream എന്ന ഹെഡർ ഫയലിനകത്താണ്. സ്ട്രിംഗ് ഫങ്ഷൻസുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് CString എന്ന ഹെഡർ ഫയലിനകത്താണ്. അതുപോലെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് CMathനകത്തും ക്യാരക്ടർ ഫങ്ഷൻസ് CC ടൈപ്പ് എന്ന ഹെഡർ ഫയലിനകത്തുമാണ്. ഒന്നാമത്തെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ നോക്കാം: കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അപ്പോൾ ഈ കൺസോൾ ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ യൂസറിൽ നിന്നും സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊന്നാമത്തെ ഫങ്ഷൻ നോക്കാം: ഗെറ്റ് CHAR. ഇവിടെ ഗെറ്റ് CHAR എന്ന് എഴുതിയതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഈ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് ഓഫ് എന്നാണ്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് ഗെറ്റ് CHAR ഓഫ് എന്ന് വായിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ ഇതാണ്, ഗെറ്റ് CHAR ഓഫ്. ഈ ഫങ്ഷൻ ഉപയോഗിക്കുന്നത് യൂസറിൽ നിന്നും ഒരു സിംഗിൾ ക്യാരക്ടർ സ്വീകരിച്ച് മറ്റൊരു വേരിയബിളിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. ഇത് എഴുതാനുള്ള റൂളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഴുതിയിരിക്കുന്ന രീതി ഒന്ന് നോക്കിക്കേ: CHAR ഈസ് ഈക്വൽ ടു ഗെറ്റ് CHAR ഓഫ്. അപ്പോൾ ഗെറ്റ് CHAR ഫങ്ഷൻ ഉപയോഗിച്ച് യൂസറിൽ നിന്നും ഒരു ക്യാരക്ടർ സ്വീകരിക്കാം. സ്വീകരിച്ച ക്യാരക്ടർ സൂക്ഷിക്കുന്നത് മറ്റൊരു ക്യാരക്ടർ വേരിയബിളിനകത്താണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് CH എന്നാണ്. CH ഈസ് ഈക്വൽ ടു ഗെറ്റ് CHAR ഓഫ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഗെറ്റ് CHAR എന്ന ഫങ്ഷൻ ഉപയോഗിച്ച് കീബോർഡിൽ നിന്നും ഒരു ക്യാരക്ടർ, സിംഗിൾ ക്യാരക്ടർ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ച ക്യാരക്ടർ ഒരു ക്യാരക്ടർ വേരിയബിളിനകത്തേക്ക്, ഇവിടെ CH എന്ന ക്യാരക്ടർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അപ്പോൾ
ഗെറ്റ് CHAR എന്ന കൺസോൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് യൂസറിൽ നിന്നും ഒരു സിംഗിൾ ക്യാരക്ടർ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കൺസോൾ ഫംഗ്ഷനാണ് പുട്ട് CHAR. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പുട്ട് CHAR ഫംഗ്ഷൻ്റെ സിൻടാക്സ് നോക്കാം. രണ്ട് സിൻടാക്സുകൾ കാണാം. ഒന്നാമത്തത് പുട്ട് CHAR ബ്രാക്കറ്റിനകത്ത് CHAR എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ക്യാരക്ടർ വേരിയബിൾ എന്നാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഫംഗ്ഷനും ഒരു പേരുണ്ടായിരിക്കും. നമ്മുടെ സിംഗിൾ ക്യാരക്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിനുള്ള ഫംഗ്ഷൻ്റെ പേരാണ് പുട്ട് CHAR. അതുപോലെ തന്നെ ഓരോ ഫംഗ്ഷനും ഒന്നോ അതിലധികമോ ഡാറ്റകൾ സ്വീകരിക്കാം. ഈ ഡാറ്റയെ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. ഈ പാരാമീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പുട്ട് CHAR എന്ന ഫംഗ്ഷന് ഒരു പാരാമീറ്റർ ഉണ്ട്. എന്താണ് ആ പാരാമീറ്റർ? ഒന്നുകിൽ ക്യാരക്ടർ വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആവാം. ഒന്നിലധികം പാരാമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുട്ട് CHAR എന്ന ഫംഗ്ഷന് ഒരു പാരാമീറ്ററേ ഉള്ളൂ. അതൊന്നുകിൽ ക്യാരക്ടർ വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണോ പാരാമീറ്ററായിട്ട് കൊടുക്കുന്നത് അതായിരിക്കും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. ഞാനിവിടെ ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനകത്ത് ബി എന്ന വാല്യൂ, ബി എന്ന ക്യാരക്ടർ അസൈൻ ചെയ്തു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പുട്ട് CHAR ഓഫ് CH. ഇവിടെ പാരാമീറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ വേരിയബിളാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്യാരക്ടർ വേരിയബിളിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ബി സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഇനി ക്യാരക്ടർ വേരിയബിൾ കൊടുക്കുന്നതിന് പകരം നേരിട്ട് എന്ത് ചെയ്യാം? ക്യാരക്ടർ കോൺസ്റ്റൻ്റ് പാരാമീറ്ററായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പുട്ട് CHAR ഓഫ് കൊട്ടേഷൻ മാർക്കിനകത്ത്, സിംഗിൾ കൊട്ടേഷൻ മാർക്കിനകത്ത് സിംഗിൾ ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം സിംഗിൾ കൊട്ടേഷൻ മാർക്കിനകത്ത് എഴുതി തയ്യാറാക്കുന്ന സിംഗിൾ ക്യാരക്ടറുകളെ നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പാസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ, ആ പാരാമീറ്റർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടും. അപ്പോൾ പുട്ട് CHAR എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഒരാർഗ്യുമെൻ്റാണുള്ളത്, അല്ലെങ്കിൽ ഒരു പാരാമീറ്ററാണുള്ളത്. അതൊന്നുകിൽ ക്യാരക്ടർ വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആവാം. രണ്ടാമത്തെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. സ്ട്രീം ഫംഗ്ഷൻ്റെ പ്രത്യേകത യൂസറിൽ നിന്നും ഒരു സിംഗിൾ ക്യാരക്ടറും അതുപോലെ ഒരു സ്ട്രിങ്ങും സ്വീകരിക്കാനും അതുപോലെ പ്രദർശിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്ട്രീം ഫങ്ഷൻസ്. ഒരു ഒബ്ജക്റ്റിൽ നിന്നും തുടർച്ചയായ ബൈറ്റുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ക്യാരക്ടറുകൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം ക്യാരക്ടറുകൾ പ്രദർശിപ്പിക്കാനും സാധിക്കും എന്നർത്ഥം. സ്ട്രീം ഫംഗ്ഷനെ 4 തരംതിരിച്ചിരിക്കുന്നു. ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ, ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷൻ, പുട്ട് ഓഫ് ഫംഗ്ഷൻ ആൻഡ് റൈറ്റ് ഓഫ് ഫംഗ്ഷൻ. നമുക്ക് അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം, ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് യൂസറിൽ നിന്നും ഒരു സിംഗിൾ ക്യാരക്ടർ, ഒരു ക്യാരക്ടറും സ്വീകരിക്കാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്യാരക്ടറുകളും സ്വീകരിക്കാം. മൾട്ടിപ്പിൾ ക്യാരക്ടറിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രിങ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് തന്നെ ഒരു ക്യാരക്ടറും സ്വീകരിക്കാം, ഒന്നിലധികം ക്യാരക്ടറുകളും സ്വീകരിക്കാം എന്നർത്ഥം. എങ്ങനെയാണ് ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ക്യാരക്ടർ സ്വീകരിക്കാൻ നോക്കാം. അതിനുള്ള സിൻടാക്സ് നോക്കാം. cin.get ഓഫ് CHAR. ഇവിടെ cin എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് കീബോർഡാണ്. അപ്പോൾ കീബോർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് cin. C++നകത്ത് ഈ കീബോർഡ് എന്ന സ്ട്രീം ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേര് cin എന്നാണ്. അപ്പോൾ cin ഡോട്ട് കീബോർഡിൽ നിന്നും ഗെറ്റ് ഓഫ് സ്വീകരിക്കുക, എന്ത്? ഒരു സിംഗിൾ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ പാരാമീറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരക്ടർ വേരിയബിളാണ്.
ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സി ഇൻ ഡോട്ട് ഗെറ്റ് ഓഫ് സി എച്ച്. ഇതിൻ്റെ അർത്ഥം കീബോർഡിൽ നിന്നും ഒരു സിംഗിൾ ക്യാരക്ടർ സ്വീകരിക്കൂ, സ്വീകരിച്ച ക്യാരക്ടർ ഒരു ക്യാരക്ടർ വേരിയബിളിനകത്ത് സൂക്ഷിക്കൂ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം നോക്കാം. കീബോർഡിൽ നിന്നും സീൻ ഡോട്ട് ഗെറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു ക്യാരക്ടർ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ച ക്യാരക്ടർ ഒരു ക്യാരക്ടർ വേരിയബിളിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഇനി ഇതേ ഫംഗ്ഷൻ ഉപയോഗിച്ച് എനിക്ക് ഒന്നിലധികം ക്യാരക്ടറുകളും സ്വീകരിക്കാം. അത്തരം സന്ദർഭത്തിൽ നമ്മുടെ സിൻടാക്സിൽ ചെറിയൊരു മാറ്റം വരും. നേരത്തെ പാരാമീറ്ററായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഇവിടെ പാരാമീറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ അറേയും രണ്ടാമത്തെ പാരാമീറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലെങ്ത്തുമാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നിലധികം ക്യാരക്ടറുകൾ സൂക്ഷിക്കണമെങ്കിൽ അതിനൊരു അറേ വേണം. സിംഗിൾ ക്യാരക്ടർ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിലധികം ക്യാരക്ടറുകൾ സൂക്ഷിക്കാൻ കഴിയില്ല. ഒന്നിലധികം ക്യാരക്ടറുകൾ സൂക്ഷിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഒരു ക്യാരക്ടർ അറേ വേണം. അപ്പോൾ ആദ്യത്തെ പാരാമീറ്റർ അറേ നെയിം ആയിരിക്കണം. രണ്ടാമത്തത് ലെങ്ത്ത്. എത്ര ക്യാരക്ടറാണോ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്യാരക്ടറുകളുടെ എണ്ണം. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. 5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 5 ക്യാരക്ടറുകൾ വരെ സൂക്ഷിക്കാം. 10 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 10 ക്യാരക്ടറുകൾ വരെ ഈ അറയിൽ സൂക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. CHAR STR of 50. ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറേയുടെ പേര് STR എന്നാണ്. സീൻ ഡോട്ട് ഗെറ്റ് ഓഫ് STR, 20. ഇതിൻ്റെ അർത്ഥം യൂസറിൽ നിന്നും ഒരു സ്ട്രിങ് സ്വീകരിക്കുക. സ്വീകരിച്ച സ്ട്രിങ് STR എന്ന അറയിലാണ് സൂക്ഷിക്കേണ്ടത്. മാക്സിമം നിങ്ങൾക്ക് 20 ക്യാരക്ടറെങ്കിലും സ്വീകരിക്കാം. അതിൽ കൂടുതൽ പറ്റില്ല. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് 20 എന്നാണ്. അപ്പോൾ 20 വരെയുള്ള ക്യാരക്ടറുകൾ യൂസറിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്വീകരിച്ചിരിക്കുന്ന സ്ട്രിങ് പരിശോധിക്കാം. ഇന്ത്യ എന്ന സ്ട്രിങ് ആണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 5 ക്യാരക്ടറുകളേ ഉള്ളൂ. 5 ക്യാരക്ടർ എനിക്ക് സ്വീകരിക്കാം. കാരണം മാക്സിമം എനിക്ക് സ്വീകരിക്കാവുന്നത് 20 വരെയാണ്. അപ്പോൾ സ്വീകരിച്ചിട്ടുള്ള സ്ട്രിങ് STR എന്ന അറേക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒരൊറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് സിംഗിൾ ക്യാരക്ടറും സ്വീകരിക്കാം, അതുപോലെ തന്നെ സ്ട്രിങ്ങും സ്വീകരിക്കാം. രണ്ടാമത്തെ സ്ട്രീം ഫംഗ്ഷൻ നോക്കാം. ഗെറ്റ് ലൈൻ ഓഫ്. ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് യൂസറിൽ നിന്നും ഒരു സ്ട്രിങ് സ്വീകരിക്കാവുന്നതാണ്. ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് നോക്കാം. സി ഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഓഫ് 3 പാരാമീറ്ററുകൾ കാണാം. ഒന്നാമത്തത് ക്യാരക്ടർ അറേ നെയിം, അറേയുടെ പേര്. രണ്ടാമത്തത് ലെങ്ത്ത്. മൂന്നാമത്തത് ഡെലിമിറ്റിംഗ് ക്യാരക്ടർ. അപ്പോൾ സ്ട്രിങ് ആണ് സ്വീകരിക്കാൻ പോകുന്നത്. ഒന്നിലധികം ക്യാരക്ടറുകളാണ് യൂസറിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാരാമീറ്റർ ക്യാരക്ടർ അറേ ആയിരിക്കണം. രണ്ടാമത്തത് ലെങ്ത്ത്. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അതായത് അറയിലേക്ക് എത്ര വാല്യൂസ് ആണോ സ്വീകരിക്കാൻ പോകുന്നത്, എത്ര വാല്യൂ മാക്സിമം സ്വീകരിക്കാം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് രണ്ടാമത്തെ പാരാമീറ്ററായ ലെങ്ത്ത്. മൂന്നാമത്തെ പാരാമീറ്റർ ഡെലിമിറ്റിംഗ് ക്യാരക്ടർ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ക്യാരക്ടർ. ഫംഗ്ഷനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഡെലിമിറ്റിംഗ് ക്യാരക്ടർ വരെയുള്ള ക്യാരക്ടറുകൾ മാത്രമേ ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷന് സ്വീകരിക്കാൻ സാധിക്കൂ. അതായത് എന്താണോ സ്റ്റോപ്പിംഗ് ക്യാരക്ടറായിട്ട് ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്, പാസ് ചെയ്യുന്നത്, ആ ക്യാരക്ടർ വരെയുള്ള ക്യാരക്ടറുകൾ മാത്രമേ ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്വീകരിക്കാൻ സാധിക്കൂ എന്നർത്ഥം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിനു മുൻപ് ഡെലിമിറ്റിംഗ് ക്യാരക്ടർ എന്ന മൂന്നാമത്തെ പാരാമീറ്റർ ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറേയുടെ പേര് STR എന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഓഫ് STR, 5. അതായത് STR എന്ന അറയിലേക്ക് ഒരു സ്ട്രിങ് സ്വീകരിക്കുക. സ്ട്രിങ്ങിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ക്യാരക്ടർ, മാക്സിമം ക്യാരക്ടറിൻ്റെ എണ്ണം 5 ആണ്. അതിൽ കുറവാണെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ 5 ക്യാരക്ടറുള്ള ഒരു സ്ട്രിങ് ഞാൻ സ്വീകരിച്ചു. ഇന്ത്യ എന്നാണ് സ്ട്രിങ്. ആ സ്ട്രിങ് ഞാൻ
സ്ട്രിംഗ് ക്യാരക്ടർ അറയിലേക്ക് സൂക്ഷിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഓഫ്. ഇവിടെ 3 പാരാമീറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. str അറയുടെ പേര്, രണ്ടാമത്തത് 10 എന്നാണ് ക്യാരക്ടറുകളുടെ എണ്ണം, മൂന്നാമത്തത് ഡെലിമിറ്റിംഗ് ക്യാരക്ടർ d എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ എന്നാണ്. ഇതിൻ്റെ അർത്ഥം സ്റ്റോപ്പിംഗ് ക്യാരക്ടർ d ആണ്. അപ്പോൾ d എന്ന സ്റ്റോപ്പിംഗ് ക്യാരക്ടർ പ്രസ് ചെയ്യുന്നതിന് മുൻപ് ഏതൊക്കെ ക്യാരക്ടറുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അത്രയും ക്യാരക്ടറുകൾ മാത്രമേ ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷന് സ്വീകരിക്കാൻ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പിംഗ് ക്യാരക്ടർ d ആയതുകൊണ്ട് തന്നെ ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷൻ സ്വീകരിക്കുന്ന സ്ട്രിംഗ് എന്ന് പറയുന്നത് in എന്നായിരിക്കും. in എന്ന സ്ട്രിംഗ് മാത്രമേ 2 ക്യാരക്ടറുകൾ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. കാരണം അതിന് ശേഷം വന്നിരിക്കുന്നത് സ്റ്റോപ്പിംഗ് ക്യാരക്ടറാണ്. അപ്പോൾ ഈ 2 രീതിയിലും ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് യൂസറിൽ നിന്നും സ്ട്രിംഗ് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ 3 പാരാമീറ്ററുകളാണ് അറയുടെ പേര്, ലെങ്ത് ആൻഡ് ഡെലിമിറ്റിംഗ് ക്യാരക്ടർ. മൂന്നാമത്തെ സ്ട്രീം ഫംഗ്ഷൻ നോക്കാം. പുട്ട് ഓഫ് ഫംഗ്ഷൻ. പുട്ട് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ സിൻടാക്സ് നോക്കാം. 2 തരത്തിൽ എഴുതാം. cout ഡോട്ട് പുട്ട് ഓഫ് char എന്നത് ക്യാരക്ടർ വേരിയബിളാണ്. രണ്ടാമത്തത് cout ഡോട്ട് പുട്ട് ഓഫ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു പാരാമീറ്ററാണ്. അതൊന്നുകിൽ ക്യാരക്ടർ വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആവാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് cout എന്നാണ്. എന്താണ് cout എന്ന ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത്? cout എന്ന ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് മോണിറ്ററാണ്. മോണിറ്റർ എന്ന ഒബ്ജക്റ്റിനെ, സ്ട്രീം ഒബ്ജക്റ്റിനെ C++ൽ സൂചിപ്പിക്കുന്നത് cout എന്ന വേർഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം cout ഡോട്ട് പുട്ട് മോണിറ്ററിൽ റൈറ്റ് ചെയ്യുക. എന്താണോ ക്യാരക്ടർ വേരിയബിളിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ആ വാല്യൂ മോണിറ്ററിനകത്ത് ഡിസ്പ്ലേ ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ വേരിയബിളിനകത്തേക്ക് b എന്ന വാല്യൂ അസൈൻ ചെയ്തു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് cout ഡോട്ട് പുട്ട് ഓഫ് ch. ഇവിടെ പാരാമീറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ വേരിയബിളാണ്. അപ്പോൾ എന്താണോ ക്യാരക്ടർ വേരിയബിളിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ആ വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഇനി ക്യാരക്ടർ വേരിയബിൾ ഉപയോഗിക്കുന്നതിന് പകരം ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ഉപയോഗിക്കാം. കൊട്ടേഷൻ മാർക്കിനകത്ത് എഴുതി തയ്യാറാക്കാവുന്നതാണ്. കൊട്ടേഷൻ മാർക്കിനകത്ത് എഴുതിയിരിക്കുന്ന ക്യാരക്ടർ നേരിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടും. അപ്പോൾ പുട്ട് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ക്യാരക്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം. അത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ക്യാരക്ടർ വേരിയബിൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച്. നാലാമത്തെ സ്ട്രീം ഫംഗ്ഷൻ റൈറ്റ് ഓഫ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ സ്ട്രിംഗ്. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ മോണിറ്ററിനകത്ത് ഒരു സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റൈറ്റ് ഓഫ് ഫംഗ്ഷൻ. സിൻടാക്സ് cout ഡോട്ട് റൈറ്റ് ഓഫ് അറേ നെയിം ലെങ്ത്. സ്ട്രിംഗ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാരാമീറ്റർ അറേ ആയിരിക്കും. രണ്ടാമത്തത് ലെങ്ത്. ഒരറയിലുള്ള എത്ര ക്യാരക്ടറാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഡിസ്പ്ലേ ചെയ്യേണ്ട ക്യാരക്ടറുകളുടെ എണ്ണമാണ് രണ്ടാമത്തെ പാരാമീറ്റർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 5 ആണെങ്കിൽ അറയിൽ നിന്നും 5 ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യുക. 10 ആണെങ്കിൽ അറയിലുള്ള 10 ക്യാരക്ടറുകൾ ഡിസ്പ്ലേ ചെയ്യുക. ഇവിടെ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു അറയ്ക്കകത്ത് ഇന്ത്യ എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. cout ഡോട്ട് റൈറ്റ് ഓഫ് str,5. ഇതിൻ്റെ അർത്ഥം str എന്ന അറയിൽ നിന്നും 5 ക്യാരക്ടറുകൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ 5 ക്യാരക്ടറുള്ള ഒരു സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുഴുവൻ സ്ട്രിങ്ങും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഇനി 5ന് പകരം ഞാൻ 3 എന്നാണ് കൊടുക്കുന്നതെങ്കിലോ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആദ്യത്തെ 3 ക്യാരക്ടറുകൾ മാത്രമേ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടൂ. അതായത് IND എന്നായിരിക്കും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. C++ൽ സ്ട്രിംഗ് ഡാറ്റ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. ഈ ചാപ്റ്ററിൽ 5 സ്ട്രിംഗ് ഫംഗ്ഷനുകളാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തത് strlen. strlen ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്? ഒരു സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടറുകളുടെ എണ്ണമാണ് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ഈസ് ഈക്വൽ ടു strlen ഓഫ് സ്ട്രിങ്. ഈ ഫംഗ്ഷന് ഒരു പാരാമീറ്ററാണുള്ളത്. അതൊന്നുകിൽ ഒരു ക്യാരക്ടർ അറേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആവാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെൽക്കം എന്ന സ്ട്രിങ് അസൈൻ ചെയ്തിട്ടുണ്ട്. n is equal to strlen ഓഫ് str. ഇവിടെ പാരാമീറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ക്യാരക്ടർ അറേയാണ്. നമുക്കറിയാം str എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേയാണ്. ആ അറേക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടറുകളുടെ എണ്ണമാണ് ഈ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എത്ര ക്യാരക്ടറുകൾ ഉണ്ടായിരിക്കും? 1, 2, 3, 4, 5, 6, 7 ക്യാരക്ടറുകൾ അടങ്ങിയതാണ് ഈ സ്ട്രിങ്. അതുകൊണ്ട് തന്നെ ഈ strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് പാരാമീറ്ററായിട്ട് ഫംഗ്ഷനിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അറേക്കകത്തുള്ള ക്യാരക്ടറുകളുടെ എണ്ണമായിരിക്കും. ഇനി ക്യാരക്ടർ അറേ കൊടുക്കുന്നതിന് പകരം നേരിട്ട് പാരാമീറ്ററായിട്ട് സ്ട്രിങ് കോൺസ്റ്റൻ്റ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അറേയിലേക്കൊന്നും അസൈൻ ചെയ്തിട്ടില്ല. നേരിട്ട് ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് പാരാമീറ്ററായിട്ട് കൊടുത്തിരിക്കുകയാണ്. വെൽക്കം എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ഔട്ട്പുട്ട് 7 എന്നായിരിക്കും. രണ്ടാമത്തെ സ്ട്രിങ് ഫംഗ്ഷനാണ് strcpy. strcpy ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സിൻടാക്സ് നോക്കാം. strcpy string 1, string 2. ഞാൻ പറഞ്ഞു ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സ്ട്രിങ്ങിനെ എവിടേക്കാണ് അസൈൻ ചെയ്യുന്നത്? രണ്ടാമത്തെ സ്ട്രിങ്ങിനെ, അതായത് രണ്ട് പാരാമീറ്ററുകൾ കാണാം, string 1, string 2. അപ്പോൾ രണ്ടാമത്തെ പാരാമീറ്ററിനെ ഒന്നാമത്തെ പാരാമീറ്ററിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. അതായത് string 2വിനെ string 1ലേക്ക് അസൈൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പാരാമീറ്റർ ഒരു ക്യാരക്ടർ അറേ ആയിരിക്കണം. രണ്ടാമത്തെ പാരാമീറ്റർ ക്യാരക്ടർ അറേ ആവാം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആവാം. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ പാരാമീറ്റർ സ്ട്രിങ് ക്യാരക്ടർ അറേ ആയിരിക്കണം എന്ന് പറയുന്നത്? ഒരു ക്യാരക്ടർ അറേക്ക് മാത്രമേ മറ്റൊരു സ്ട്രിങ്ങിനെ സൂക്ഷിക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. 2 ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് s1 എന്നും s2 എന്നാണ്. s2വിനകത്ത് വെൽക്കം എന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഈ s2വിലുള്ള സ്ട്രിങ്ങിനെ s1ലേക്ക് കോപ്പി ചെയ്യണം. s2വിലുള്ള വാല്യൂവിനെ s1ലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ എഴുതിയിരിക്കുന്നു strcpy s1, s2. അപ്പോൾ s2വിൽ എന്താണോ സൂക്ഷിച്ചിരിക്കുന്നത് അത് എവിടേക്ക് കോപ്പി ചെയ്യപ്പെടും? s1ലേക്ക് കോപ്പി ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും വെൽക്കം എന്ന സ്ട്രിങ് s1ൽ എത്തിയിരിക്കണം. നമ്മൾ s1ലുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പ്രിൻ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? വെൽക്കം എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ പാരാമീറ്റർ സ്ട്രിങ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ് കോൺസ്റ്റൻ്റ് നേരിട്ട് എഴുതി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ strcpy s1, വെൽക്കം എന്നുള്ളത് നേരിട്ട് എഴുതി കൊടുത്താണ്. ഇതൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഈ സ്ട്രിങ് കോൺസ്റ്റൻ്റ് s1 എന്ന അറയിലേക്ക് കോപ്പി ചെയ്യപ്പെടും. s1 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വെൽക്കം എന്നായിരിക്കും. മൂന്നാമത്തെ സ്ട്രിങ് ഫംഗ്ഷനാണ് strcat. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കോൺകാറ്റിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സിൻടാക്സ് നോക്കാം. strcat string 1, string 2. ഇവിടെ string 1ഉം string 2ഉം തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സ്ട്രിങ് രൂപപ്പെടും. ഈ സ്ട്രിങ്ങിനെ ഒന്നാമത്തെ പാരാമീറ്ററിലേക്ക് സൂക്ഷിക്കുന്നു. അതായത് string 1ഉം string 2ഉം തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് string 1ലാണെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പാരാമീറ്റർ ക്യാരക്ടർ അറേ ആയിരിക്കണം. രണ്ടാമത്തെ പാരാമീറ്റർ ക്യാരക്ടർ അറേയോ അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻ്റോ ആവാം. ഒന്നാമത്തെ പാരാമീറ്ററിന് 2 സ്ട്രിങ്ങുകളും സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, s1, s2. ഒന്നാമത്തതിൽ ഹലോ എന്നും രണ്ടാമത്തതിൽ C++ എന്നും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ strcat s1, s2.
അപ്പോൾ ഹലോയും സി പ്ലസ് പ്ലസ് എന്ന രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് പുതിയൊരു സ്ട്രിങ് രൂപപ്പെട്ടു, ഹലോ സി പ്ലസ് പ്ലസ്. ഈ പുതിയ സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത് ആദ്യത്തെ പാരാമീറ്ററിലാണ്. അപ്പോൾ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടുകയാണ്. അപ്പോൾ ഈ കൂടിയ ലെങ്ത്തുള്ള സ്ട്രിങ് സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി ഒന്നാമത്തെ പാരാമീറ്ററിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ റിസൾട്ട് നമുക്കറിയാം ഹലോ സി പ്ലസ് പ്ലസ് എന്നാണ്. ഈ ഹലോ സി പ്ലസ് പ്ലസ് എന്ന പുതിയ സ്ട്രിങ് S1ലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. നേരത്തെയുള്ള ഹലോ റീപ്ലേസ് ചെയ്യപ്പെട്ട് പുതിയ ഒരു സ്ട്രിങ് അവിടേക്ക് വരും, ഹലോ സി പ്ലസ് പ്ലസ്. അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും, ഹലോ സി പ്ലസ് പ്ലസ് എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ പാരാമീറ്റർ ക്യാരക്ടർ അറേ ആവണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ പാരാമീറ്റർ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആവാം. എന്താണോ സ്ട്രിങ് കോൺസ്റ്റൻ്റായി നൽകുന്നത് ആ സ്ട്രിങ് കോൺസ്റ്റൻ്റ് ഒന്നാമത്തെ പാരാമീറ്ററിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയും റിസൾട്ട് ഒന്നാമത്തെ പാരാമീറ്ററിലേക്ക് അസൈൻ ചെയ്യപ്പെടുകയും ചെയ്യും. റിസൾട്ട് ഇവിടെ ഹലോ സി പ്ലസ് പ്ലസ് എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പാരാമീറ്റർ നിർബന്ധമായും ഒരു ക്യാരക്ടർ അറേ ആയിരിക്കണം. രണ്ടാമത്തെ പാരാമീറ്റർ ക്യാരക്ടർ അറേയോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റോ ആവാം. സ്ട്രിങ് ഫംഗ്ഷനിലുള്ള നാലാമത്തെ ഫംഗ്ഷനാണ് strcmp ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ഇസ് ഈക്വൽ ടു strcmp ഓഫ് string 1, string 2. രണ്ട് പാരാമീറ്ററുകളാണ്. ഇവിടെ ഈ തന്നിരിക്കുന്ന രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 3 റിസൾട്ടുകൾ ഉണ്ടാവാം. അതിലൊന്ന് 0. റിസൾട്ട് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ട് സ്ട്രിങ്ങും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഇനി റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ വലുതാണ്. ഇനി റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ചെറുതാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ ഞാൻ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. strcmp ഓഫ് ആപ്പിൾ, ആപ്പിൾ. രണ്ടും ഒരേ സ്ട്രിങ് ആണ്. അപ്പോൾ ഇവിടെ കമ്പാരിസൺ നടക്കുന്നത് ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറും ഈക്വൽ ആണോ എന്ന് നോക്കും. അപ്പോൾ എയും ഈക്വൽ ആണോ? അതെ. ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടർ അതായത് പി, രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടർ അതും പി ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ട്രിങ്ങിലെയും ഓരോ ക്യാരക്ടറുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ റിസൾട്ട് 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. strcmp ആപ്പിൾ, ബനാന. ഇവിടെ ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറായിട്ടുള്ള എയും രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറായിട്ടുള്ള ബിയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആൽഫബറ്റിക്കലി ഹയർ ആണോ അല്ലെങ്കിൽ ആൽഫബറ്റിക്കലി വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ ആസ്കി കോഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ക്യാപിറ്റൽ എയുടെ ആസ്കി കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 65-ലാണ്. ക്യാപിറ്റൽ ബിയുടേത് 66 ആണ്, തൊട്ടടുത്ത ഡിജിറ്റ്. അപ്പോൾ 65-ന്ന് 66 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ നെഗറ്റീവായി. അതായത് ആദ്യത്തെ കമ്പാരിസൺ നടക്കുമ്പോഴേക്ക് വില, അതായത് റിസൾട്ട് നെഗറ്റീവായി എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് തന്നെ റിസൾട്ട് നെഗറ്റീവായിരിക്കും. ഈ രീതിയിലാണ് സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്ത് അത് ആൽഫബറ്റിക്കലി വലുതാണോ ചെറുതാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അഞ്ചാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ strcmpi. strcmpi ഉപയോഗിക്കുന്നത് രണ്ട് സ്ട്രിങ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ strcmp പറഞ്ഞു. strcmpയും strcmpiയും ചെയ്യുന്നത് ഒരേ ഓപ്പറേഷനാണ്, രണ്ട് സ്ട്രിങ്ങുകൾ താരതമ്യം ചെയ്യാം. പക്ഷേ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? strcmpi ആണെങ്കിൽ ഇത് കേസ് സെൻസിറ്റീവ് അല്ല. അതായത് കമ്പയർ ചെയ്യുന്ന സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടറുകൾ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് പരിഗണിക്കാതെയാണ് കമ്പാരിസൺ നടക്കുന്നത്. നമുക്ക് സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ഈസ് ഈക്വൽ ടു strcmpi ഓഫ് string 1, string 2. നേരത്തെ പറഞ്ഞതുപോലെ കമ്പാരിസൺ നടന്നു കഴിഞ്ഞാൽ 3 റിസൾട്ടുകൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ 0 ആണെങ്കിൽ രണ്ട് സ്ട്രിങ്ങും സെയിം ആണെന്നർത്ഥം.
പോസിറ്റീവ് ആണെങ്കിൽ ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ വലുതാണ്. നെഗറ്റീവ് ആണെങ്കിൽ ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ചെറുതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. strcmpi ഓഫ് ആപ്പിൾ, ആപ്പിൾ. ഇവിടെ ഒന്നാമത്തെ സ്ട്രിങ്ങിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ലെറ്ററിനകത്ത് മുഴുവൻ സ്മോൾ ലെറ്ററാണ്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷൻ strcmpi ആയതുകൊണ്ട് തന്നെ സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടറുകൾ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് പരിഗണിക്കാതെ സ്ട്രിങ് കമ്പാരിസൺ നടക്കും. അപ്പോൾ അങ്ങനെ പരിഗണിക്കാതെ സ്ട്രിങ് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങും ഈക്വലാണ്, തുല്യമാണ്. റിസൾട്ട് 0 ആയിരിക്കും. ഇനി ഇതേ സ്ട്രിങ് strcmp ഉപയോഗിച്ചാണ് കമ്പയർ ചെയ്യുന്നതെങ്കിലോ strcmp കേസ് സെൻസിറ്റീവ് ആണ്. അതായത് അപ്പർ കേസ് ലെറ്ററിനെയും ലോവർ കേസ് ലെറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ടാണ്, വ്യത്യസ്തമായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എയുടെ ആസ്കി 65 ആണ്, സ്മോൾ എയുടെ ആസ്കി 95 ആണ്. 65-ൽ നിന്ന് 95 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും ലഭിക്കുക. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ചെറുതാണ്. strcmp ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കേസ് സെൻസിറ്റീവ് ആയിരിക്കും. strcmpi ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കേസ് സെൻസിറ്റീവ് അല്ല എന്നർത്ഥം. നാലാമത്തെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഈ ചാപ്റ്ററിൽ 3 മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകളാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തത് ABS ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് സൈൻ ഒഴിവാക്കിക്കൊണ്ടുള്ള യഥാർത്ഥ വില കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. സിൻടാക്സ് ഇൻറ്റ് ഈസ് ഈക്വൽ ടു ABS ഓഫ് ഇൻറ്റ്. ABS ഫംഗ്ഷന് ഒരു പാരാമീറ്ററാണ്, അത് ഇൻറ്റീജർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ n എന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനകത്ത് -25 എന്ന വാല്യൂ അസൈൻ ചെയ്തു. ഇനി ABS ഓഫ് ഫംഗ്ഷനകത്ത് പാരാമീറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഇൻറ്റീജർ വേരിയബിളാണ്. അതായത് -25 ആണ് പാരാമീറ്ററായിട്ട് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ നമ്പറിൻ്റെ സൈൻ ഒഴിവാക്കിക്കൊണ്ടുള്ള റിസൾട്ടായിരിക്കും ABS ഫംഗ്ഷൻ തിരിച്ചു നൽകുന്നത്. അതായത് റിസൾട്ട് 25 ആയിരിക്കും. രണ്ടാമത്തെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് SQRT ഓഫ്. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് ഡബിൾ ഈസ് ഈക്വൽ ടു SQRT ഓഫ് ഡബിൾ. SQRT ഓഫ് ഫംഗ്ഷന് ഒരു പാരാമീറ്ററാണ്. ഇവിടെ ഡബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ഡബിളിന് പകരം ഇൻറ്റിജർ ഉപയോഗിക്കാം, അതുപോലെ ഫ്ലോട്ട് ഉപയോഗിക്കാം, ഡബിളും ഉപയോഗിക്കാം. ഏറ്റവും വലിയ ഡാറ്റ ടൈപ്പ് എന്ന രീതിയിലാണ് ഡബിൾ തന്നിരിക്കുന്നത്. സിൻടാക്സിനകത്ത് ഡബിൾ ഡാറ്റ ടൈപ്പ് തന്നിരിക്കുന്നത്. ഇനി ഞാൻ SQRT ഓഫ് ഫംഗ്ഷനകത്ത് 25 എന്ന പാരാമീറ്ററാണ് നൽകുന്നത്. പാരാമീറ്ററായിട്ട് 25 നൽകി കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് 5 ആയിരിക്കും. അപ്പോൾ SQRT ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ POW ഓഫ്. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സിൻടാക്സ് ഡബിൾ ഈസ് ഈക്വൽ ടു POW ഓഫ് ഡബിൾ, ഡബിൾ. ഡബിളിന് പകരം ഇൻറ്റീജർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫ്ലോട്ടും ഉപയോഗിക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, x, y. അതിനകത്ത് എക്സിനകത്ത് 2, വൈക്കകത്ത് 3. ഇനി പവർ കാണാൻ വേണ്ടി പോവുകയാണ്. POW ഓഫ് x, y. POW ഓഫ് x, y എന്ന് എഴുതുന്നത് x⁻y എന്ന് എഴുതുന്നതിന് തുല്യമാണ്. അതായത് എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 3, 2⁻3 ഇസ് ഈക്വൽ ടു 8 എന്നായിരിക്കും ഈ ഫംഗ്ഷൻ തിരിച്ചു നൽകുന്ന റിസൾട്ട്. അഞ്ചാമത്തെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. C++ൽ ക്യാരക്ടർ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. 7 ക്യാരക്ടർ ഫംഗ്ഷനുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ ക്യാരക്ടർ ഫംഗ്ഷൻ നോക്കാം. ഈസ് അപ്പർ. ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനാണ് ഈസ് അപ്പർ. സിൻടാക്സ് ഇൻറ്റ് ഈസ് ഈക്വൽ ടു ഈസ് അപ്പർ ഓഫ് ക്യാരക്ടർ വേരിയബിൾ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഈ ഫംഗ്ഷനകത്ത് ഒരു പാരാമീറ്ററാണ് ഉപയോഗിക്കുന്നത്,
അതൊന്നുകിൽ ക്യാരക്ടർ വേരിയബിൾ ആവാം അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആവാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത് തന്നിരിക്കുന്ന പാരാമീറ്റർ അത് അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് റിസൾട്ട് ഉണ്ടായിരിക്കും. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0. 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണ്. അല്ലെങ്കിൽ 0 ആണ് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് അല്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈസ് അപ്പർ ഓഫ് ഫംഗ്ഷനകത്തേക്ക് ഞാനൊരു ക്യാരക്ടർ വേരിയബിൾ പാസ് ചെയ്തിരിക്കുന്നു. ആ ക്യാരക്ടർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ക്യാപിറ്റൽ ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ്റെ റിസൾട്ട് 1 ആയിരിക്കും. ഇനി ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ക്യാരക്ടർ ഇതൊരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഈ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് സ്മോൾ ലെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. രണ്ടാമത്തെ ക്യാരക്ടർ ഫംഗ്ഷൻ നോക്കാം. ഈസ് ലോവർ. തന്നിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഫംഗ്ഷൻ. സിൻടാക്സ് ഇൻറ്റ് ഈസ് ഈക്വൽ ടു ഈസ് ലോവർ ഓഫ് ക്യാരക്ടർ വേരിയബിൾ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. ഒരു പാരാമീറ്ററാണ്. ആ പാരാമീറ്റർ ലോവർ കേസ് ആണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഫംഗ്ഷൻ. ലോവർ കേസ് ആണെങ്കിൽ തിരിച്ചു നൽകുന്ന വാല്യൂ 1 ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ചു നൽകുന്ന വാല്യൂ 0 ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഫംഗ്ഷനിലേക്ക് ഞാനൊരു ക്യാപിറ്റൽ ലെറ്ററാണ്, ക്യാപിറ്റൽ ക്യാരക്ടറാണ്, അപ്പർ കേസ് ക്യാരക്ടറാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് 0 ആയിരിക്കും. ഇനി ഫംഗ്ഷനിലേക്ക് ഞാനിവിടെ ഒരു സ്മോൾ ലെറ്റർ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് പാസ് ചെയ്തു. ഇത് സ്മോൾ ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ്റെ റിസൾട്ട് 1 ആയിരിക്കും. മൂന്നാമത്തെ ക്യാരക്ടർ ഫംഗ്ഷൻ നോക്കാം. ഈസ് ആൽഫ. തന്നിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. സിൻടാക്സ് ഇൻറ്റ് ഈസ് ഈക്വൽ ടു ഈസ് ആൽഫ ഓഫ് ക്യാരക്ടർ വേരിയബിൾ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. തന്നിരിക്കുന്ന പാരാമീറ്റർ ആൽഫബറ്റ് ആണോ എന്ന് പരിശോധിക്കുന്നു. ആൽഫബറ്റ് ആണെങ്കിൽ തിരിച്ചു നൽകുന്ന വാല്യൂ 1 ആയിരിക്കും. ആൽഫബറ്റ് അല്ല എങ്കിൽ തിരിച്ചു നൽകുന്നത് 0 ആയിരിക്കും. ഇനി ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ പാസ് ചെയ്യുന്നത് ഒരു ആൽഫബറ്റാണ്, ക്യാപിറ്റൽ എ ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ഇതേ ഫംഗ്ഷനിലേക്ക് ഞാനൊരു ഡിജിറ്റ് പാസ് ചെയ്തു. പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്ന ഡിജിറ്റാണ്. അതുകൊണ്ട് തന്നെ ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ തിരിച്ചു നൽകുന്ന വാല്യൂ 0 ആയിരിക്കും. നാലാമത്തെ ക്യാരക്ടർ ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ്. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് തന്നിരിക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ഈസ് ഈക്വൽ ടു ഈസ് ഡിജിറ്റ് ഓഫ് ക്യാരക്ടർ വേരിയബിൾ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. അപ്പോൾ തന്നിരിക്കുന്ന പാരാമീറ്റർ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. ഡിജിറ്റ് ആണെങ്കിൽ തിരിച്ചു നൽകുന്ന വാല്യൂ 1 ആയിരിക്കും. ഡിജിറ്റ് അല്ല എങ്കിൽ തിരിച്ചു നൽകുന്നത് 0 ആയിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഈസ് ഡിജിറ്റ് എന്ന ഫംഗ്ഷനകത്തേക്ക് ഞാൻ പാസ് ചെയ്യുന്നത് ഒരു ആൽഫബറ്റാണ്. സ്വാഭാവികമായിട്ടും റിസൾട്ട് 0 ആയിരിക്കും. ഈസ് ഡിജിറ്റ് എന്ന ഫംഗ്ഷനകത്തേക്ക് ഞാനൊരു ഡിജിറ്റ് പാസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. അഞ്ചാമത്തെ ക്യാരക്ടർ ഫംഗ്ഷൻ ഈസ് ALNUM, അതായത് ഈസ് ആൽഫ ന്യൂമറിക് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് തന്നിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റോ ന്യൂമറിക്കോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ഈസ് ഈക്വൽ ടു ഈസ് ALNUM ഓഫ് ക്യാരക്ടർ വേരിയബിൾ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. അതായത് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റർ ആൽഫബറ്റ് ആണോ അല്ലെങ്കിൽ ന്യൂമറിക് വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആൽഫബറ്റോ ന്യൂമറിക്കോ ആണെങ്കിൽ ഫംഗ്ഷൻ തിരിച്ചു നൽകുന്ന വാല്യൂ 1 ആയിരിക്കും. ഇനി ആൽഫബറ്റോ ന്യൂമറിക്കോ അല്ലെങ്കിൽ ഫംഗ്ഷൻ തിരിച്ചു നൽകുന്നത് 0 ആയിരിക്കും. ഇവിടെ ഞാൻ ഫംഗ്ഷനിലേക്ക് ഒരു ആൽഫബറ്റ് പാസ് ചെയ്തു. പാരാമീറ്ററായിട്ട് നൽകിയിരിക്കുന്നത് ഒരു ആൽഫബറ്റാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതുപോലെ ഇതേ ഫംഗ്ഷനിലേക്ക് ഞാനൊരു ന്യൂമറിക് വാല്യൂ പാസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇത് രണ്ടുമല്ല പാസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. ആറാമത്തെ ക്യാരക്ടർ ഫംഗ്ഷൻ ടു അപ്പർ ഓഫ്. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ടു അപ്പർ ഓഫ്. സിൻടാക്സ് CHAR ഈസ് ഈക്വൽ ടു ടു അപ്പർ ഓഫ് ക്യാരക്ടർ വേരിയബിൾ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. അപ്പോൾ തന്നിരിക്കുന്ന പാരാമീറ്ററിനെ ഫംഗ്ഷനിലേക്ക് നൽകിയിരിക്കുന്ന പാരാമീറ്ററിനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടറിനെ
അപ്പർ കേസിലേക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടു അപ്പർ ഓഫ്. നമുക്ക് ഉദാഹരണം നോക്കാം. സി എച്ച് ഇസ് ഈക്വൽ ടു എ. സി എച്ച് എന്ന ക്യാരക്ടർ വേരിയബിളിനകത്ത് സ്മോൾ ലെറ്റർ എ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടർ ഞാൻ ടു അപ്പർ ഓഫ് എന്ന ഫംഗ്ഷനിലേക്ക് പാരാമീറ്ററായിട്ട് നൽകുകയാണ്. അപ്പോൾ ഈ ടു അപ്പർ ഓഫ് ഫംഗ്ഷൻ തിരിച്ചു തരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ സ്മോൾ എയെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു നൽകുന്നു. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ക്യാപിറ്റൽ എ എന്നായിരിക്കും. ഇനി ഫംഗ്ഷനിലേക്ക് ക്യാരക്ടർ വേരിയബിൾ കൊടുക്കുന്നതിന് പകരം ക്യാരക്ടർ കോൺസ്റ്റൻ്റ് നൽകാം. ഞാനിവിടെ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് ബി നൽകി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ക്യാപിറ്റൽ ബി ആയിരിക്കും. ഏഴാമത്തെ ക്യാരക്ടർ ഫംഗ്ഷനാണ് ടു ലോവർ. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് സ്മോൾ ലെറ്ററിലേക്ക് മാറ്റുന്നതിന് വേണ്ടി. സിൻടാക്സ് CHAR is equal to ലോവർ ഓഫ് ക്യാരക്ടർ വേരിയബിൾ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. അപ്പോൾ പാരാമീറ്ററായിട്ട് നൽകുന്ന ക്യാരക്ടർ വേരിയബിളിനെ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു ക്യാരക്ടർ വേരിയബിളിലേക്ക് സൂക്ഷിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ക്യാരക്ടർ വേരിയബിളിനകത്ത് ക്യാപിറ്റൽ എ എന്ന് സ്റ്റോർ ചെയ്തു. ഈ ക്യാരക്ടർ വേരിയബിൾ ഫംഗ്ഷൻ്റെ പാരാമീറ്ററായിട്ട് കൊടുത്തു ടു ലോവർ ഓഫ് CH. അതായത് ക്യാപിറ്റൽ എയെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എ എന്നായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ വേരിയബിളിന് പകരം ക്യാരക്ടർ കോൺസ്റ്റൻറ്റും ആർഗ്യുമെൻ്റായിട്ട് അല്ലെങ്കിൽ പാരാമീറ്ററായിട്ട് നൽകാവുന്നതാണ്. ഞാനിവിടെ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നൽകി ക്യാപിറ്റൽ ബി. അതിനെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഔട്ട്പുട്ട് സ്മോൾ ലെറ്റർ ബി എന്നായിരിക്കും. അപ്പോൾ 7 ക്യാരക്ടർ ഫംഗ്ഷനുകൾ പഠിച്ചു. അതിൽ ആദ്യത്തെ 5 എണ്ണം കമ്പാരിസൺ ആയിരുന്നു. അതായത് ഈസ് അപ്പർ കേസ് ആണോ, ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ, ഈസ് ലോവർ കേസ് ആണോ, ഈസ് ഡിജിറ്റ് ആണോ തുടങ്ങിയ കമ്പാരിസൺസ് ആണ്. എന്നാൽ അവസാനത്തെ 2 എണ്ണം, അതായത് ടു അപ്പർ ആൻഡ് ടു ലോവർ, അതായത് ഒരു ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒരു ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ് അവസാനത്തെ 2 ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 ഫംഗ്ഷൻ കമ്പാരിസന് വേണ്ടിയും അവസാനത്തെ 2 ഫംഗ്ഷൻ കൺവേർഷന് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്.